ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ വണ്ണപ്പുറം റോഡിൽ കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാളിയാർ പാലത്തിൻ്റെ മേളിലാട്ടോ നിൽക്കുന്നത്. ഇതുണ്ടോ കാളിയാർ പുഴ നിറഞ്ഞൊഴുകുന്നുണ്ടോ. നമുക്ക് ഈ പാലത്തിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ വലിയ മലനിരകളൊക്കെ കാണാം കേട്ടോ. മുണ്ടൻമുടിയൊക്കെ വരുന്ന ആ ഒരു മലയുടെ മേളിലാണ്. നമ്മളിന്ന് ആ ഒരു മലയുടെ മേളിക്കൂടെ കുറേ ദൂരം സഞ്ചരിച്ച് പട്ടേക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു കൊച്ചു മലയോര ഗ്രാമമാണ് പട്ടേക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ പട്ടേക്കുടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാളിയാർന്ന് നേരെ വണ്ണപ്പുറം ടൗണിലേക്ക് വന്നേ. നല്ല മഴയാട്ടോ, അതുകൊണ്ട് തന്നെ പോസ്റ്റായി നമ്മൾ വണ്ണപ്പുറത്ത്. അപ്പോൾ ഈ വണ്ണപ്പുറം ജംഗ്ഷനാട്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പോകേണ്ട റൂട്ട് ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആട്ടോ. ഈ ലെഫ്റ്റിലേക്കുള്ള വഴി മൂവാറ്റുപുഴയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് ഇടുക്കി റൂട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇടുക്കി ചെല്ലുന്ന മുണ്ടൻമുടി ചേലച്ചോടൊക്കെ വഴിയാണ് ഇടുക്കിയിലേക്ക് പോകുന്നത്. തൊടുപുഴയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ഇടുക്കിക്ക് പോകാൻ പറ്റുന്ന വഴിയാട്ടോ. എനിക്ക് തോന്നുന്നു ഈ വണ്ണപ്പുറത്തുനിന്ന് ഇടുക്കിക്ക് ചെറുതോണി വരെ ഒരു 40 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ മൂലമറ്റം വഴി പോകുന്നേക്കാളൊക്കെ എളുപ്പം നമുക്ക് ഈ വഴി പോയാൽ ഇടുക്കിക്ക് എല്ലാം. അപ്പോൾ എന്തായാലും മഴയൊന്ന് കുറയാനായിട്ട് കയറി നിൽക്കുവാണ്. നമ്മൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒത്തിരി വളവുകളും കയറ്റങ്ങളൊക്കെയുള്ള വലിയൊരു മലയുടെ മേളിലേക്കാട്ടോ കയറി ചെല്ലുന്നത്. അപ്പം മഴ നോക്കി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി നേരെ വണ്ണപ്പുറത്തുനിന്ന് മുണ്ടൻമുടിയിലെത്തി കേട്ടോ. മുണ്ടൻമുടി പള്ളിയാണേ കാണുന്നത്. നല്ല രസമല്ലേ പള്ളി കാണാൻ. ഈ പള്ളി ഒരു മലയുടെ താഴ്വാരത്താട്ടോ സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ കണ്ടോ ആ ഒരു സൈഡും വലിയൊരു മലയാണ്, അതുപോലെ തന്നെ കണ്ടോ അതും വലിയൊരു മലയാട്ടോ. എന്തായാലും ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം നമുക്ക് ഉണ്ട് പട്ടേക്കുടിക്ക്. ദേ ഒരു തോടൊഴുകി വരുന്നത് കണ്ടോ. ഈ തോടങ്ങനെ ഒഴുകിപ്പോയി താഴെ ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറുന്നുണ്ടേ. ഞാൻ താഴെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴീ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഈ പള്ളിയുടെ തൊട്ട് ചേർന്നുള്ള ഈ പറമ്പിക്കൂടെ കുറച്ച് ദൂരം അങ്ങ് നടക്കണം കേട്ടോ. അപ്പം അതാണ് വെള്ളച്ചാട്ടം. ഓ ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ, പക്ഷെ നല്ല ഭംഗിയുണ്ടേ കാണാൻ. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ ഇവിടുന്ന് പട്ടേക്കുടിക്ക് പോകാട്ടോ. കാരണം മഴ തോരുന്നത് നോക്കി നിന്നാൽ നടക്കില്ല. ഈ വണ്ണപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വണ്ണപ്പുറത്തിൻ്റെയും പിന്നെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല മഴ ലഭിക്കും കേട്ടോ മഴ സീസൺ ആയി കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വണ്ണപ്പുറം ഒരു താഴ്വാര ഗ്രാമമാണ്. ചുറ്റും ഒത്തിരി മലകളുണ്ട്. ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ തടഞ്ഞു നിന്നിട്ട് നല്ല മഴ ലഭിക്കും കേട്ടോ ഒരു പ്രദേശത്തൊക്കെ. എന്നാൽ അത്രയും മഴ നമുക്ക് തൊടുപുഴയും മൂവാറ്റുപുഴയും ഒന്നും കിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ പട്ടേക്കുടിയിൽ എത്തിയിട്ട് കാണാം. പിന്നെ ഈ പട്ടേക്കുടിയൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് വരുന്നത്, പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ. എന്തായാലും വീണ്ടും മഴയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം പട്ടേക്കുടിയിൽ എത്തി കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ചെളിയായി കിടക്കോട്ടെ, അതുകൊണ്ട് വണ്ടി മേളിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങനെ മോശം വഴി, ഇതിൽ നടക്കാൻ സാധിക്കില്ല കേട്ടോ. കാല് താന്നു പോവുകയാണേ. ചെറിയൊരു കയറ്റമാണ്, ആ കയറ്റം കയറി നേരെ ചെല്ലുന്നതാണ് പട്ടേക്കുടി. ഇവിടേക്ക് റബ്ബറാണേ. റബ്ബർ, ജാതി, കൊക്കോ, കാപ്പി, ഏലമൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നേരത്തെ ടാറായിരുന്നു തോന്നുന്നു. ടാർ ചെയ്തത് ഇളക്കി കളഞ്ഞിട്ട് നല്ല രീതിയിൽ ടാർ ചെയ്യാനായിരിക്കും. ടാറായിരുന്നോ നേരത്തെ? ടാർ ചെയ്തതായിരുന്നോ? അതെയോ? ആ നല്ല രീതിയിൽ ചെയ്യാനായിരിക്കും അല്ലേ ഇനി. അപ്പോൾ ഇതാണ് പട്ടേക്കുടി ജംഗ്ഷൻ. ഇവിടെ ചെറിയൊരു കടയുണ്ട്, പിന്നെ ഈ ഭാഗത്ത് കുറേ വീടുകളുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് നമുക്ക് വെൺമണിക്ക് പോകട്ടെ. ഇതിൽ നമ്മളിപ്പം വെൺമണി വഴിയാണ് വന്നത്. വെൺമണിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ആട്ടോ. വെൺമണി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ആണ് പട്ടേക്കുടിക്ക് വരുന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ഇവിടെ വരെ ഉള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി വെൺമണിക്ക് നമുക്ക് ഇതുവഴിയും പോകാമേ. അങ്ങോട്ടൊരു റോഡ് കിടക്കേണ്ടത്, അത് നെയ്യാശ്ശേരി തോക്കുംബെൻസാടിൽ റോഡെന്ന് പറഞ്ഞ് ഒരു 33 കിലോമീറ്റർ ദൂരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജംഗ്ഷനിൽ ഒരു പണ്ടാരക്കുറ്റി കാണാം, കാണിക്കവഞ്ചി. പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രം വക പണ്ടാരക്കുറ്റിയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, ഒരു റേഷൻ കടയുണ്ട്, പിന്നെ കുറച്ച് വീടുകളൊക്കെ കാണാം. അതൊക്കെയാണ് നമുക്ക് ഈ ജംഗ്ഷനിൽ കാണാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ വണ്ണപ്പുറത്തുനിന്ന് മുണ്ടൻമുടി കള്ളിപ്പാറ വഴി ഒറ്റ റോഡാണ് വെൺമണി വരെ. വെൺമണിയിൽ നിന്നാണ് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് കേട്ടോ. ഇവിടെ ഒറ്റ ബസ്സാണ് സർവീസ് നടത്തുന്നത്, ഒരു ചെറിയൊരു KSRTC ബസ്സാട്ടോ. അത് ഒരു ദിവസം 3 സർവീസ് ഉണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന കേട്ടോ. ആ ബസ് ഞാൻ വണ്ണപ്പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. തൊടുപുഴയ്ക്ക്, പട്ടേക്കുടിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് സർവീസ് നടത്തുന്ന ബസ് കേട്ടോ. അപ്പോൾ ഇത് പട്ടേക്കുടിയിലൊരു മെയിൻ കടയാണേ. ഈ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പലഹാരങ്ങൾ ചില്ലിലിട്ട് വെച്ചേക്കുന്നു, അതുപോലെ തന്നെ ചെരുപ്പ്, പിന്നെ അലുമിനിയം പാത്രം, ചായക്കട കേട്ടോ. ചായക്കടയും പലചരക്കും എല്ലാം ഉണ്ടല്ലേ.
സൂപ്പർ മാർക്കറ്റ്. ഈ ചേട്ടനാണ് ഈ കട നടത്തുന്നത്, ബാബു ചേട്ടൻ. ബാബു. ബാബു ചേട്ടൻ പട്ടായക്കുടിയിൽ താമസം തുടങ്ങിയിട്ട് പണ്ട് മുതലേ ഇവിടെയാണോ? താമസം തുടങ്ങിയിട്ട് 35 വർഷമായി. 35 വർഷം. ഇത് പണ്ട് ഇത് വനമാർന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ പട്ടയം കിട്ടി. പണ്ട് ഇത് വനമായിരുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം തെളിഞ്ഞു, റോഡുകളെല്ലാം നന്നായി. അങ്ങനെ പട്ടയം കിട്ടി താമസം തുടങ്ങിയോണ്ടാണ് പട്ടായക്കുടിയിൽ പേര് വന്നേ. പട്ടയം ഇവിടെ നിലവിൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല, ഇല്ല, സെറ്റിൽമെന്റ് ആണ് സ്ഥലം. അതെല്ലേ. പിന്നെ SC/ST പെടുന്ന കുറച്ച് ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പട്ടയം. ഞാൻ വിചാരിച്ചത് വനമാർന്നെങ്കിൽ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പട്ടയം കിട്ടാനുള്ള നടപടികളായിട്ടുണ്ട്. ഇതിന്റെ പട്ടയം ചിലപ്പോൾ താമസിക്കാൻ കിട്ടുമെന്നൊക്കെ കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പം ഇവിടെ ഒരു 60 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 60-ന് മേളിൽ പോവും. അന്ന് ഇവിടെ വനമായിരുന്നു, റോഡുകളൊന്നും ഇല്ലായിരുന്നു, സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ വഴികളെല്ലാം നന്നായി. ഇവിടെ മൊത്തം എത്ര വീടുകളുണ്ട്? ഇപ്പം 6 വരെ ഇപ്പൊ പണി കഴിഞ്ഞു. വീടുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 100-500 കുടുംബങ്ങളെ മൊത്തത്തിൽ ഇവിടെ ഈ വട്ടത്തിൽ നമ്മുടെ പട്ടയക്കുടി, ആനക്കുടി, പുളിക്കത്തട്ട് ഈ പ്രദേശത്തോട്ട് 100-500 മുകളിൽ പോകും. ഇവിടെ ഒരു ബസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 3 ട്രിപ്പ് ഉണ്ട് ഒരു ദിവസം. അതിവിടെ ഇവിടെ തന്നെ ലാൻഡ് ചെയ്യും. രാവിലെ 5:45 പോകും. രാവിലെ 5:45 ഇവിടെ നിന്ന് എടുക്കും വണ്ടി. പിന്നെ 9:45 വരും, 10 മണിക്ക് പോകും. പിന്നെ 2:45 വരും, 3 മണിക്ക് പോകും. വൈകുന്നേരം 6:30 ആകുമ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. തൊടുപുഴയ്ക്ക്. കോട്ടപ്പാറ വഴി ഇവിടുന്ന് നേരെ മുള്ളരിങ്ങാട് നിന്ന് കോട്ടപ്പാറ വഴി വണ്ണപ്പുറം അങ്ങനെ പോകും. കടയിലൊക്കെ അങ്ങനെ തിരക്കൊക്കെ ഉണ്ടോ? കടയിൽ അങ്ങനെ തിരക്കൊന്നുമില്ല, ചെറിയ തോതിലുള്ള ബിസിനസ് ഒക്കെ ഉള്ളു. ഇത് ഗ്രാമത്തിലുള്ള കടകളിൽ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ ആളുകളൊന്നും വരുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ ഇവിടെ മീനുളിയാൻപാറ ഇപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു നേരത്തെ, ഇപ്പൊ ആളുകളൊന്നും വരുന്നില്ലല്ലോ. അവിടെ ഇപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ട്. പാറയുടെ മുകളിലേ ഒരു 2 ഏക്കർ സ്ഥലം മൊത്തം വനവും, അവിടെ ഒരിക്കലും പറ്റാത്ത വെള്ളം, നല്ല പ്രകൃതി ഭംഗി, ഇഷ്ടംപോലെ ആളുകൾ വരുന്ന അവിടെ. ഇപ്പൊ ആരും വരുന്നില്ല. ഇപ്പം വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റിന്റെ കാവലുണ്ട്. അത് കാരണം ഇപ്പൊ ആൾക്കാരെ കയറ്റി വിടുന്നില്ല. ചേട്ടന്റെ കടയിലെ ഒരു റേഡിയോ ഇരിക്കുന്നുണ്ട്, പഴയ റേഡിയോ. റേഡിയോ ഇപ്പൊ വീടുകളിലൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഒരുപാട് വർഷം റേഡിയോ ഒക്കെ ഉണ്ട്. റേഡിയോ ഇരിക്കണേ. രാവിലെ പാട്ടൊക്കെ വെക്കൂലേ? ചേട്ടൻ പാട്ട് വെക്കാന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ചിലപ്പോ കോപ്പിറൈറ്റ് കിട്ടും. പാട്ട് എപ്പോഴും ഉണ്ട്, ഞാനിപ്പോ വെക്കണ്ടെന്ന് പറഞ്ഞോണ്ട്. കോപ്പിറൈറ്റ് കിട്ടും ചിലപ്പോ. ഇവിടെ എന്താണ് മെയിനായിട്ട് ആളുകൾക്കൊക്കെ ജോലി? ഇവിടെ മെയിനായിട്ട് കൃഷിപ്പണിയാണ് അല്ലേ? കൃഷിപ്പണി. പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്, കല്ലുപണിക്ക് പോകുന്നവരുണ്ട്, പറമ്പിപ്പണി ഉണ്ടവരുണ്ട്, മരം കയറുന്നവരുണ്ട്, എല്ലാ പണിക്കാരും ഉണ്ട് ഇവിടെ. മെയിനായിട്ട് കൃഷിപ്പണിയാണ് ഇവിടെ കൂടുതലുള്ളത്. ജാതി, പിന്നെ ഏലോ, കൊടി, ഏലം ഉണ്ട് ഇവിടെ. ഇപ്പൊ വലിയ കാര്യമായിട്ടില്ല ഏലം എല്ലാം. ഇപ്പൊ ആദ്യമെല്ലാം പോയിട്ടേ ഇപ്പൊ രണ്ടാമത് കൃഷി ചെയ്ത് കുറച്ചൊക്കെ എല്ലാവർക്കും കായായി തുടങ്ങി. പിന്നെ മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഉപജീവന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗം വളർത്തലാണ് ഇവിടുത്തെ, പശു വളർത്തലാണ് ഇവിടുത്തെ. പശു വളർത്തൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഒരു 10-20 ലിറ്റർ പാല് കൊടുക്കാനില്ലാത്ത വീടുകൾ വളരെ കുറവാണ്. എല്ലാ വീട്ടിലും പശുക്കളുണ്ട്. നമ്മുടെ ഇവിടെ സൊസൈറ്റി തന്നെ കൊടുത്താൽ മതി. ഇവിടെ തന്നെ ഉണ്ട്, അപ്പുറത്തുണ്ട്. രാവിലെയും വൈകിട്ടും കൊണ്ട് പാലെടുക്കും. അതാണ് ഇവിടുത്തെ ഉപജീവന മാർഗം. പിന്നെ കൃഷിയിൽ നിന്നൊക്കെ ഒരു ചെറിയ വരുമാനമൊക്കെ കിട്ടും. പിന്നെ വേറെ പുറത്തേക്കൊക്കെ പണിയാനൊക്കെ പോയി അങ്ങനെ അങ്ങ് പോകും. ചേട്ടന്റെ കടയിലെ നല്ല നാടൻ പാല് ഉപയോഗിച്ചാണ് ചായ എടുക്കുന്നത്. രാവിലെ പാല് കൊണ്ടിരുന്ന പാത്രമാണ് തൂക്കിയിട്ടേക്കുന്നത്. വടി ഒന്നോടെ എടുക്കുവാണേ. നല്ല നാടൻ പലഹാരങ്ങൾ എല്ലാം ചേട്ടനോട് ഉണ്ടാക്കണല്ലേ? വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോവാം. ഇത് ഇവിടെ ചേട്ടൻ ഉണ്ടാക്കണല്ലേ? എല്ലാതെ ഉണ്ടോ? വടി, ഇതിന് വടി എന്നാ പറയണേ അല്ലേ? അത് ഈ നീളത്തിരിക്കുന്നോണ്ടാണോ? ഇതുണ്ടാക്കിയ എത്ര ദിവസം ഇരിക്കും? അത് ഇരിക്കും. ഇതങ്ങനെ പെട്ടെന്ന് കേടാവുന്നതല്ല കേട്ടോ. പിന്നെ ബോണ്ടയും ബോളിയും അങ്ങനെ എല്ലാം ഉണ്ട്. വടി നമ്മുടെ ഇവിടെ ഉണ്ട്, പക്ഷെ ഇത്രയും വലിപ്പമില്ല. 15 രൂപ. 15 രൂപ നല്ല വലിപ്പമുണ്ടോ അല്ലേ? ശരിക്കും ഒരു 10 കൈയിരിക്കുന്ന പോലെ ഉണ്ട്. ഈ ഹൈ റേഞ്ചിൽ അല്ലെങ്കിലും പലഹാരങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഈ ഇടുക്കി ഭാഗത്തൊക്കെ ഒന്ന് ബോണ്ടാക്കി മേടിച്ചാൽ നല്ല വലിപ്പമാട്ടോ. ആ ഒരു പഴയ ഒരു ടേസ്റ്റ് ഹൈ റേഞ്ചിൽ വന്നാൽ. അല്ല നമ്മൾ ഈ ഒത്തിരി കുറച്ചുണ്ടാക്കണോണ്ടേ ടേസ്റ്റും ഉണ്ട്. വീണ്ടും ചെറിയ ചാറ്റൽ മഴയും മൊത്തം മഞ്ഞ് മൂടിയിട്ടോ ഈ പ്രദേശം. ഈ ബസ് അവിടെ വന്ന് കിടക്കണ ഈ ജംഗ്ഷനിലാ? അവിടെ ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ടല്ലോ.
ഈ വീടുകളൊക്കെ ഉള്ളതെല്ലാം ഈ ചുറ്റുവട്ടത്തുള്ളതാണോ? ചുറ്റുവട്ടത്ത് പറഞ്ഞാൽ റോഡ് സൈഡ് 2 സൈഡും വീടുണ്ട്, പിന്നെ ഉള്ളിലേക്ക് മാറി വീടുണ്ട്. ഉള്ളിലേക്കും ഉണ്ടല്ലേ. ബസ് വന്നില്ലല്ലോ, ബസ് വന്നില്ലല്ലേ. 2:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടയക്കുടിയിൽ നിന്ന് താഴേക്ക് പോകുന്നു കേട്ടോ കുറച്ച്. അപ്പം ഇതും പട്ടയക്കുടി തന്നെയാണ്. പട്ടയക്കുടിയിലെ കോളനിപ്പടി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാട്ടോ. ഇപ്പോൾ ഈ വഴി മൊത്തം പണി നടക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബസ് അങ്ങ് മുകളിലേക്ക് കയറി പോകില്ല, കാരണം മൊത്തം ചെളിയായിട്ട് കിടക്കില്ല. അതുകൊണ്ട് ഇവിടെ വരെ ഉള്ളൂ. ഇപ്പോൾ ഈ താഴത്തെ ജംഗ്ഷനിൽ വരെയാണ് ബസ് ഉള്ളൂ കേട്ടോ. ഇവിടെ വന്ന് കിടക്കും. ബസ് വരാറായിട്ടുണ്ട്, 3 മണിക്ക് ആകുമ്പോഴത്തേക്കും ബസ് വരും കേട്ടോ. അപ്പോൾ കണ്ടോ ബസ് കയറി വരുന്നത് കണ്ടോ, തൊടുപുഴയിൽ നിന്ന് പോരുന്നതാണേ. ഇവിടെ തിരിച്ച് ആളൊന്നും ഇറങ്ങാനില്ല ചേട്ടാ, ആരും ഇറങ്ങിയില്ലേ? ആള് കുറവാട്ടോ. ഓർഡിനറി സിനിമ പോലെ ഗവിയിലേക്കൊരു ബസ്സല്ലേ സർവീസ് നടത്തുന്നത്, അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാട്ടോ. ചെറിയ ബസ്സാണേ, കാരണം ഈ ആളുകൾ കുറവാണ് ഇങ്ങോട്ട്. പിന്നെ കയറി വന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കയറ്റവും വളവുകളൊക്കെ ഉണ്ട്. അപ്പം ചെറിയ വണ്ടി ആയതുകൊണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ കയറി പോരാല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും മിക്കവാറും ചെറിയ വണ്ടി ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ആരും കയറാനില്ലെന്ന് തോന്നണല്ലേ. ആരുമില്ല കേട്ടോ. വണ്ടി തിരിച്ചടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ നേരം കിടക്കും ഇവിടെ. സമയം 2:50. 10 മിനിറ്റ്. 3 മണിയാകുമ്പോൾ കറക്റ്റ് വണ്ടി ഇവിടുന്ന് എടുക്കും. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം നിന്നത് കേട്ടോ. മഴയായി. അപ്പോൾ നമ്മുടെ വണ്ടി വെച്ചേക്കുന്നത് അവിടെ ഒരു വീട്ടിലാട്ടോ. വണ്ടി പോയി എടുക്കണം. ചേട്ടാ, ഞാനീ നിങ്ങൾ എൻ്റെ വീട് തൊടുപുഴയാണ്. ഞാൻ ഈ ബസ് വരുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂട്ടറിനാണ് അവിടെ ഒരു വീട്ടിൽ വെച്ചേക്കുവാ. ഇങ്ങോട്ട് ഇപ്പം മൊത്തം ചെളിയല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വരെ പോകണമല്ലേ, ആ ജംഗ്ഷനിലല്ലേ? ഇനി ലാസ്റ്റ് ട്രിപ്പ് അല്ലേ? പേരെന്താ? വീട് ഇവിടെയാണോ? അപ്പോൾ കേട്ടെ, മൊത്തം മഞ്ഞ് മൂടി കിടക്കണതൊക്കെ. എന്തായാലും നല്ലൊരു ഗ്രാമമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വഴിയുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അത്യാവശ്യം നല്ല വീതിക്കാണ് റോഡ് എടുത്തേക്കണത്, കണ്ടില്ലേ? ഇതൊരു ഉൾഗ്രാമമാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് റോഡൊക്കെ പണിയാൻ പോകുന്നത് കേട്ടോ. അപ്പോഴീ പ്രദേശത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. റോഡ് സൈഡിൽ ഒത്തിരി, ഉള്ളിലേക്കൊക്കെ ഒത്തിരി വീടുകളുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ നിന്ന കോളനിപ്പടി ജംഗ്ഷനിൽ നിന്ന് പട്ടയക്കുടിക്ക് പോകുന്ന വഴിയാണേ. ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിർത്തിയത് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്നത് ഇവിടെ ആദ്യകാലത്ത് സ്ഥാപിച്ചൊരു സ്കൂളായിരുന്നു. സ്കൂളിൻ്റെ എന്താ പറയുക, ആ ഒരു തറയൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി മൊത്തം കാട് കയറി കിടക്കുക കേട്ടോ. വേറെ ഒന്നും ഇല്ല, അതായത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാട്ടോ. ഒത്തിരി വർഷം പഴക്കമുള്ളത്, അതായത് ഇവിടെ താമസം തുടങ്ങിയ കാലത്ത് സ്ഥാപിച്ച സ്കൂളായിരുന്നു. ഈ സ്കൂൾ ഇവിടുന്ന് ഇത് ഇടിഞ്ഞ് വീഴാറായപ്പോഴാണ് ഇവിടുന്ന് മാറ്റിയിട്ട് ഇപ്പം ഇവിടെ തന്നെ വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ സ്കൂൾ അവിടെ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആ സ്കൂളിൻ്റെ തറയാണ് ഇതൊക്കെ. ഈ റോഡിനോട് ചേർന്ന അന്ന് മിക്കവാറും ഇവിടെ റോഡൊന്നും ഉണ്ടാർന്ന് കാണില്ല, അതുകൊണ്ടായിരിക്കും ഇത്രയും ചേർത്ത് പണിത്. കണ്ടോ, ഈ പ്രദേശം മൊത്തം കോട കയറി അങ്ങ് മൂടി, വണ്ടിയൊക്കെ വരുന്നത് കറക്റ്റ് കാണാൻ പോലും പറ്റില്ല. അധികമൊന്നും ഇല്ല കേട്ടോ. ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭിത്തിയുടെ ഭാഗമാണ്, അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ താഴെ ഒരു വീടൊക്കെ ഉണ്ട്. എൻ്റെ പേര് ദാമോദരൻ എന്നാണ്. ഞാൻ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന പുള്ളിയാണ്. ഇവിടെ പട്ടയക്കുടി എന്ന് പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്. ആദ്യകാലത്ത് ഇവിടെ ഒന്നും അല്ലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ചൂടക്കാടംപട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് വെള്ളലിനക്കരെ. അവിടെ ഇല്ലിയും ഈറ്റയും ചൂരൽ സഹിതം പൂത്ത് മൊത്തം ഇത് ഉണങ്ങി വീഴുന്ന സമയത്ത് അതിന് പട്ടലടിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ള പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ് കാരണവന്മാർ. അവിടെ ആ പ്രദേശത്തിന് പട്ടയക്കുടി എന്ന് പേര് വന്നു. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു ഈ പ്രദേശത്തേക്ക്. അന്നേരം ആ പേര് ഇവിടെ അങ്ങ് ഉപയോഗിച്ചു എന്നുള്ള, അങ്ങനെ എല്ലാവരും ആ പേരാണ് ഈ സ്ഥലത്തിന് ഇപ്പോൾ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ പട്ടയം കിട്ടിയ സ്ഥലമാണോ എന്ന്. ഇപ്പം ഏകദേശം ഈ ST വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും തന്നെ പട്ടയവുമായിട്ടുണ്ട്. അപ്പം അങ്ങനെയും വേണമെങ്കിൽ ഉപകരിക്കാം പട്ടയക്കുടിയാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ജനിച്ചു വളർന്ന പുള്ളിയാണ്. എനിക്കിപ്പോൾ 70 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് പോലെ വല്യപ്പൻ്റെ കാലം പോലെ ഇവിടെ വന്ന് കൂടിയതാണ്. അങ്ങനെ കാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഏർമാടത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആനയും അതുപോലുള്ള ദുഷ്ടമൃഗ ജീവജാലങ്ങൾ. എൻ്റെ ഓർമ്മയിൽ തന്നെ ഞങ്ങളുടെ കൃഷിയിൽ 4 മണി സമയത്ത് 6-7 ആന കൊമ്പന്മാർ വന്ന് നിന്നുകൊണ്ട് നെല്ല് തന്നെ ഞാൻ മാടത്തിലിരുന്ന് കണ്ടിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ഇവിടെ വന്ന് ചാടിയതാണ്. അങ്ങനെ വനമായിട്ട് കിടന്ന പ്രദേശത്ത് നിന്ന് പിന്നെ കാലങ്ങൾ മാറി മാറി വന്നപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങൾക്ക് സെറ്റിൽമെന്റ് ഏരിയ ആയിട്ട് തിരിച്ചു വന്നു ഫോറസ്റ്റുകാർ ജെണ്ടായിട്ട്. ഇനി ഇവിടെ നിന്നെങ്ങും പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുൻകാലത്തൊക്കെ ഓരോ കാട് മാറി മാറി പോയി താമസമായിരുന്നു. ഒരു വർഷം ഒരു കാട്ടിലും അടുത്ത വർഷം അടുത്ത കാട്ടിലും. അങ്ങനെ ഈ ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലാണ്ട് മുള്ളരിഞ്ഞാട്, വണ്ണപ്പുറം, പുഴ തീരം മുതലുള്ള സ്ഥലങ്ങളിലൊക്കെ കാർന്നന്മാരായിട്ട് മാറി മാറി ഇങ്ങനെ ഓരോ വർഷം കൃഷി ചെയ്ത് താമസിച്ച് വന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഏർമാടത്തേലും പാറ കള്ളിന്റെ പുറത്തിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അതെല്ലാം മാറി. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ വേണ്ട 2 വർഷം അപ്പോഴത്തേക്കും ചൂരക്കാടൻ പട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്നപ്പോഴത്തേക്കും സ്കൂള് കിട്ടി. ആ സ്കൂള് 1ാം ക്ലാസ്സാണ് അവിടെ കിട്ടിയത്. ആ സ്കൂളും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ മീൻവിളിയാമ്പാറ എന്ന് പറഞ്ഞതിന്റെ അടുത്ത വട്ടത്ത് ആ സ്കൂൾ സ്ഥാപിച്ചു. ചുറ്റിലും യാനശല്യം കാരണം ഇതിനെ മറച്ചു കളയരുതല്ലോ. എല്ലാവരും കൂടെ അതിന് ചുറ്റിലും താമസം തുടങ്ങി, കൃഷിയും തുടങ്ങി. അങ്ങനെ പിന്നെ ഇവിടുന്ന് അപ്പോഴത്തേക്ക് 1960, 65 കഴിഞ്ഞപ്പോഴത്തേക്ക് 68 ആയപ്പോഴത്തേക്ക് ഇവിടെ ജെണ്ടായിട്ട് തിരിച്ചു, സെറ്റിൽമെന്റ് ഏരിയ ആയിട്ട്. ഇനി നിങ്ങൾ ഇവിടുന്ന് പുറത്തെങ്ങും പോകരുത്, കാട്ടിൽ കയറരുത്, കാട് വെട്ടി വേറെ വേറെ കൃഷി ചെയ്ത് താമസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റുകാരുടെ വിലക്ക് വന്നപ്പോൾ പിന്നെ ഇവിടുന്ന് എങ്ങും പോകാൻ മേലാതായി. അപ്പോ ഇപ്പൊ കാണുന്ന ഈ കൃഷികളൊക്കെ ഇവിടെ ചെയ്യാൻ പഠിച്ചതൊക്കെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാ നാട്ടിൻപുറത്ത് കൂടെ നടന്നും കണ്ടു. അന്ന് വരുമ്പോ ഇവിടെ 10-40 വീട്ടുകാർ കർഷിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ 200 ചില്ലോനം വീട്ടുകാരുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇപ്പൊ ഈ പഴയ കൃഷിയൊന്നുമില്ല. കാരണം ഇങ്ങനെ കാട് വെട്ടി മാറി മാറി താമസിക്കാൻ മേലാത്തതുകൊണ്ട്. അതുകൊണ്ട് പുതിയ കൃഷിയിലേക്ക് മാറി, അതായത് നാടൻ രീതിയിൽ എടുത്തു. അപ്പൊ അങ്ങനെ വനം കൊണ്ട് തന്നെ ജീവിച്ച ആളുകളാണ്. ഇപ്പൊ വനത്തിലെ കാര്യങ്ങളല്ലാതെ വേറെ ഒരു പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫോറസ്റ്റുകാരല്ലാതെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുകൂടാ. അപ്പൊ അവിടുന്ന് ഓടും. ഇല്ലെങ്കിൽ ആരെങ്കിലും പുതിയ വേഷമൊക്കെ ധരിച്ച് നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെയും പിള്ളേരെയും ഒക്കെ പെരക്കത്താക്കും. കാണിക്കാരന്മാരെ വേണ്ടപ്പെട്ടവരെല്ലാതെ അവരോട് സംസാരിക്കാൻ പോലും നിൽക്കില്ല. അങ്ങനെയുള്ള കാലമായിരുന്നു. ഇന്നിപ്പോ കണ്ടോ, നിങ്ങളിതിലെ ഓടി വന്ന് കയറി. നമ്മൾ വിളിച്ചാ കയറ്റുന്നത്, മറ്റേത് വിളിച്ചു കയറ്റുകയല്ല, ഓടിക്കാൻ നോക്കും. അതുപോലെ വനത്തിൽ കഴിഞ്ഞ ആൾക്കാരായിരുന്നു. ഇപ്പൊ ഇന്ന് അതെല്ലാം മാറി. ഇന്നിപ്പോ നാടൻ രീതിയിലുള്ള ജീവിത ശൈലി കുറെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്വല്പം വിദ്യാഭ്യാസമൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് നാട്ടുമ്പുറങ്ങളിലൊക്കെ പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട്. സർക്കാർ അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇന്നിപ്പോ ഒരു തരത്തിലൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നു. മനുഷ്യനായിട്ട് ജനിച്ചു പോകുകയല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ പട്ടയക്കുടിയിലേക്ക് തന്നെ തിരിച്ചെത്തിരിക്കുക കേട്ടോ. കാരണം ബസ് വന്ന ധൃതിയിൽ ഇവിടുത്തെ അധികം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളോട് നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഒരു റേഷൻ കടയുണ്ട്. മൊത്തം കോട മൂടി കിടക്കണം, അതുകൊണ്ടൊന്നും ക്ലിയർ ആയിട്ട് കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിലെ റേഷൻ കട. ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഒരു കുരിശുപള്ളി ഇവിടെ കാണാം കേട്ടോ. ഈ ഗ്രാമത്തിലിങ്ങനെ പഴയ കെട്ടിടങ്ങളും കടകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതൊരു കടയാന്ന് തോന്നുന്നു, എന്തായാലും അടച്ചിട്ടേക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഗ്രാമത്തിൻ്റെ ലൈബ്രറിയാണേ, പട്ടായക്കുടി ഗ്രാമീണ ട്രൈബൽ ഗ്രന്ഥശാല. ഗ്രന്ഥശാല എന്നല്ല പറഞ്ഞാൽ ലൈബ്രറി അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം മഴയും ഒപ്പം തന്നെ കോടയും നല്ല പണി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കട, പച്ചക്കറി കട. അതുപോലെ പാൽ സൊസൈറ്റിയാണ് ചേട്ടൻ പറഞ്ഞ സൊസൈറ്റി ഇതാട്ടോ. ചേട്ടൻ ഈ സൊസൈറ്റിയിലെ ആളാണോ? അതെയോ. വൈകുന്നേരം അളക്കാനുണ്ടായിരിക്കും അല്ലേ പാല്? എത്ര ലിറ്ററൊക്കെ അളക്കും ഒരു ദിവസം? 400 ലിറ്റർ ഒരു ദിവസം. 2 നേരം കൂടെ കൂടി 2 നേരം കൂടെ കൂടി 400 ലിറ്ററോളം പാൽ അളക്കും കേട്ടോ പറഞ്ഞേ. ഇത് പാല് കൊണ്ടുവരാൻ ടൈം ആയോ? വരാൻ സമയമായല്ലേ. ഇവിടെ ഈ പാക്കറ്റ് പാലൊന്നും കാണില്ലല്ലേ, എല്ലാവരും ഇതാ ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് ഈ മിൽമയുടെ അല്ലേ? മിൽമയുടെ തന്നെ അല്ലേ? ഇവിടെ വണ്ടി എപ്പോഴാണ് തന്നെ? 4:30, വൈകിട്ട് 4:30 വന്ന് കൊണ്ടുപോകും. പാൽ അളക്കണം, നമുക്കൊന്ന് കാണാം. എത്ര ലിറ്റർ ചേട്ടാ? ഇതിലെന്തിനാ എടുക്കണേ ആ വെള്ളം? അത് സാമ്പിളാ? ഇത് ടെസ്റ്റ് ചെയ്യുമോ? കണ്ടോ, നാട്ടിൻപുറത്തൊക്കെ മാത്രം കാണാൻ പറ്റുന്ന, ടൗണുകളിലുണ്ട്, പാൽ സൊസൈറ്റി ഉണ്ട്. പാല് കാണില്ല ഇവിടെ. ഇത്രയും കണ്ടില്ലേ, എല്ലാ വീട്ടിലും ഈ പശുവല്ലേ ഉള്ളത്, പാലിന് ഒരു ക്ഷാമമില്ല.
ഇതൊക്കെ ഓരോരുത്തരുടെ പാസ്ബുക്കുകളാട്ടോ കാണണേ. അതെ, വേറെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് വരും അല്ലേ? ആ, 25 പേര്. ആ ആ ആ മൊത്തം 25 പേരാണോ? ആ ആ ആ ആ ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടൻ അതിൻ്റെ തിരക്കിലാട്ടോ, ശല്യപ്പെടുത്തുന്നില്ല. അതെ, ഇവിടെ ഇതിനോട് ചേർന്നൊരു തയ്യൽ കടയുണ്ട്, ഇതൊരു ചേച്ചി നടത്തുന്ന കേട്ടോ ഇവിടെ. അത്രയും സ്ഥാപനങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാലും അവിടെ 1-2 കടകളോടെ നമുക്ക് കാണാം കേട്ടോ. മൊത്തം ഈ കോട ഇറങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ട് കാഴ്ചകളൊന്നും അത്ര വ്യക്തമല്ല. ഇവിടെ ഒരു കട, പുതിയതായിട്ടൊരു കട വരുന്നതാട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിലെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്, പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പണ്ടാരക്കുറ്റിയാണ് നമ്മൾ ആ ഒരു ജംഗ്ഷനിൽ കണ്ട്. ആ ജംഗ്ഷനിൽ നിന്നൊരു അല്പ ദൂരം വന്നാൽ കേട്ടോ ഇങ്ങോട്ട്, വെൺമണി റൂട്ടിൽ വന്നാലും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്താം. ഇവിടുത്തെ പൂരം ഭയങ്കര ഫേമസ് ആട്ടോ, പഞ്ചമല പൂരം. അത് ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലാണേ. 5 മലകളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആയതുകൊണ്ടാണ് പഞ്ചമല ക്ഷേത്രം എന്ന് പേര് വന്നത് കേട്ടോ. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിക്കാണ് ക്ഷേത്രം പണിതേക്കുന്നത്. അതിനോട് ചേർന്നൊരു ഓലപ്പര കാണാം. ഇത് ഇവിടുത്തെ ഒരു യാഗശാല കേട്ടോ. ചിങ്ങം ഒന്നായതുകൊണ്ടാണോ ഉള്ളതാണോ? ഇവിടെ കുറേ ചേച്ചിമാരുണ്ട്, ഇവർ അമ്പലത്തിൽ ജോലി ചെയ്യണതാണ്. നാളത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിരിക്കും അല്ലേ? നാളെ ഇവിടെ ഭയങ്കര സദ്യയാന്ന് പറഞ്ഞത്. ഇത് ഓഫീസല്ലേ? ഞായറാഴ്ചകളിലാണോ ഇവിടെ പൂജ? അതെ അല്ലേ? അപ്പം ഞാൻ വന്നത് കറക്റ്റ് ദിവസം നാളെ വന്നായിരുന്നെങ്കിൽ എനിക്ക് സദ്യ ഉണ്ടായിരുന്നു. കണ്ടോ, ഒരു സ്റ്റേജ് കാണാം. ഇവിടെ നല്ല പരിപാടികളൊക്കെ നടത്തണാണോ ഈ പൂരത്തിന്? അതെയോ? നല്ല പരിപാടിയൊക്കെ നടത്തുന്ന സ്ഥലം. അതെ അല്ലേ? അടുത്ത പ്രാവശ്യം വരാം. എന്നാ പൊക്കോട്ടെ. നാളത്തെ പരിപാടിക്ക് നാളെ വരുവാണ് സദ്യ കണ്ടിട്ട് പോകാന്നാട്ടോ പറഞ്ഞവര്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്, ഭദ്രകാളിയുടെയും ദുർഗയുടെയും മഹാദേവൻ്റെയും തുല്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത് പണിത സ്കൂള്, ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂൾ പട്ടയക്കുടി, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ഈ പട്ടയക്കുടി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളാണ്. 1948 സ്ഥാപിച്ച സ്കൂളാട്ടോ ഈ സ്കൂൾ. അപ്പോൾ ആ പഴയ സ്കൂളിന് എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കും. ഇതാണ് സ്കൂള്. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, മൊത്തം മഞ്ഞിറങ്ങി നിൽക്കുന്നതുകൊണ്ട്. നവദിവസമാണ്, ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികളൊന്നും ഇല്ല. അവിടെ ഒരു സ്റ്റേജൊക്കെ കാണാം. എന്തായാലും ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ് കയറി നമ്മുടെ കാഴ്ചകളെ മറച്ചുകൊണ്ടിരിക്കുകയാണേ. അവസാനം അങ്ങനെ പട്ടയക്കുടി ഗ്രാമത്തിൽ നിന്നും വിട പറയാൻ സമയമായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമം, പ്രത്യേകിച്ച് ഇവിടുത്തെ ആളുകളൊക്കെ വളരെ സ്നേഹമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാട്ടോ. പരിചയപ്പെടുന്ന എല്ലാവരും ഒത്തിരി പേരായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. പിന്നെ ഇവിടെ വേറെ കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത്. ഈ മഴയായതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.